പ്രോഗ്രാമേഴ്സ് കമ്പൽസറി അറിഞ്ഞിരിക്കുന്ന ഒരു കോൺസെപ്റ്റാണ് ഊപ്സ് എന്ന് പറയുന്നത്. അതായത് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റ്. ഊപ്സിന്റെ ഫണ്ടമെന്റൽ റൂൾസ് എന്ന് പറയുന്നത് ക്ലാസും ഒബ്ജക്റ്റും ആണ്. പലരും അതിന്റെ ഫെമിലിയർ ആയിരിക്കാം, പക്ഷെ നമ്മൾ ഇന്റർവ്യൂസ് ഒക്കെ എടുക്കുമ്പോൾ യൂഷ്വലി കാൻഡിഡേറ്റ്സ് അതിന്റെ ഒരു ഡെഫിനിഷൻ മാത്രമേ പറയാം. അതായത് എന്താണ് ക്ലാസ് എന്ന് ചോദിച്ചാൽ ജസ്റ്റ് അതിന്റെ ഒരു ഡെഫിനിഷൻ പറയും. ടെംപ്ലേറ്റ് ആണ്, അല്ലെങ്കിൽ ഒരു ബ്ലൂ പ്രിന്റ് ആണ്, അങ്ങനെ ഒരു ഡെഫിനിഷൻ ആണ് കിട്ടുന്നത്. അതുപോലെ ഒബ്ജക്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫങ്ഷൻസ് ഓഫ് എ ക്ലാസ് എന്ന് പറയാം. അപ്പം നമുക്ക് വേണ്ടത് ആക്ച്വലി അതിന്റെ ഒരു കോൺസെപ്റ്റ് ആണ്. അപ്പോൾ പലർക്കും അത് ഒരു കോൺഫിഡന്റ് ആയിട്ട് പറയാൻ പറ്റാറില്ല. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. നമ്മുടെ ചുറ്റും ഒരുപാട് ബേർഡ്സ് ഉണ്ട് അല്ലേ. അപ്പൊ ഈ ബേർഡ്സ് എന്ന് പറയുന്നത് ഒരു ജനറൽ കാറ്റഗറിയാണ്. ഇതിനകത്ത് അതിന് കോമൺ ആയിട്ട് കുറെ ഫീച്ചേഴ്സ് ഉണ്ട്. ലൈക്ക് അതിന് വിങ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഫെതേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ട് ഒരു കളർ ഉണ്ട്. അതുപോലെ തന്നെ അതിന് ഫ്ലൈ ചെയ്യാൻ പറ്റും. അങ്ങനെ കുറെ ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിലുള്ള ഏത് ബേർഡ്സ് എടുത്താലും അതിന് ഈ ഫീച്ചേഴ്സ് ഉണ്ട്. പാരറ്റ് എടുത്തു കഴിഞ്ഞാൽ പാരറ്റിന് ഇതെല്ലാം ഉണ്ട്. സ്പെസിഫിക് ആയിട്ട് ഒരു കളർ ഉണ്ട്, വിങ്സ് ഉണ്ട്, ഇങ്ങനെ കുറെ ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പൊ നമ്മുടെ പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റിൽ പറയുവാണെങ്കിൽ ഈ ഒരു കാറ്റഗറി, അതായത് ബേർഡ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയെ നമുക്ക് ക്ലാസ് എന്നും ഇതിൽ വരുന്ന ഓരോ ബേർഡ്സിനെയും നമുക്ക് ഒബ്ജക്ട്സ് എന്നും പറയാം. അപ്പൊ നമുക്ക് പ്രോഗ്രാമിംഗിലും ഈ ഒരു കോൺസെപ്റ്റ് ഫോളോ ചെയ്തിട്ട്, അതായത് റിലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസിനെ നമുക്ക് ഗ്രൂപ്പ് ചെയ്താണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കോഡ് കുറച്ചുകൂടെ റീയൂസ് ചെയ്യാനും അതുപോലെ കുറച്ചും കൂടെ സ്ട്രക്ചേർഡ് ആയിട്ടും അതുപോലെ തന്നെ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാം.